ഹലോ 20th സെഞ്ച്വറി മലയാളം ലിറ്ററേച്ചർ ഇൻ ട്രാൻസ്ലേഷൻ എന്ന പേപ്പറിൽ ഫസ്റ്റ് മോഡ്യൂൾ പോയട്രിയുടെ സെക്ഷനാണ് പഠിക്കുന്നത്. ഇന്ന് നോക്കുന്നതിൽ 4ാമത്തെ പോമാണ് ദ ടെമ്പിൾ ബെൽ ബൈ ബി സുഗതകുമാരി. ഇൻട്രൊഡക്ഷൻ നോക്കാം. ബി സുഗതകുമാരി വാസ് എ പോയറ്റ്, social activist and champion of environmental rights. One of her notable victories was the Silent Valley agitation that she led along with many other stalwarts of environment protection, which helped save the evergreen forest in Palakkad from being inundated by the hydroelectric project. The poem she penned on the occasion, Marathinu Stuti, Ode to the Tree, became a battle cry of sorts, enthusing and invigorating the people of Kerala and India to come together and fight for the rights of nature. Sugathakumari made a very early entry into the field of literature with a poetry collection titled Muthuchippi. She was immediately recognized as a natural poet because of the lyrical quality of her verse and the deep human concerns it contained. Her subsequent anthologies reinforced her fame as a poet of substance. Her numerous works, പാതിരപ്പൂക്കൾ, പാവം മാനവഹൃദയം, ഇരുൾ ചിറകുകൾ, രാത്രിമഴ, അമ്പലമണി, തുലാവർഷപ്പച്ച and others won her more and more admirers both for her musical richness and sincere social commitment. Sugathakumari won numerous prestigious awards including the Ezhuthachan Puraskaram in 2009, the Padma Shri in 2006, the Sahitya Akademi Award in 1978, the Kerala Sahitya Akademi Award in 1968 and so on. She has also received the Vanamitra Award for her contribution towards the conservation of environment. നമുക്ക് വളരെ പരിചയമുള്ള ഒരു പോയിറ്റാണ് സുഗതകുമാരി. ഷി വാസ് ബോൺ ഇൻ 1934 ആൻഡ് ഡൈഡ് ഇൻ 2020. ഒരു പോയിറ്റ് മാത്രമല്ല, ഷി വാസ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് ചാമ്പ്യൻ ഓഫ് എൻവയോൺമെൻറ്റൽ റൈറ്റ്സ്. സൈലന്റ് വാലി അജിറ്റേഷൻ, അതായത് പാലക്കാടിലെ എവർഗ്രീൻ ഫോറസ്റ്റുകളെ സംരക്ഷിക്കാനായിട്ട് സുഗതകുമാരിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു അജിറ്റേഷൻ, അത് വളരെ ഫേമസ് ആയ കാര്യമായിരുന്നു. 1961 പബ്ലിഷ് ചെയ്ത മുത്തുച്ചിപ്പി എന്നുള്ളതായിരുന്നു അവരുടെ ഫസ്റ്റ് പോയട്രി കളക്ഷൻ. ഷി വാസ് നോൺ ആസ് എ നാച്ചുറൽ പോയറ്റ് ബിക്കോസ് ഓഫ് ദ ലിറിക്കൽ ക്വാളിറ്റി ഓഫ് ഹർ വേഴ്സ് ആൻഡ് ദ ഡീപ് ഹ്യൂമൻ കൺസേൺസ് ഓഫ് ഹർ പോംസ്. സുഗതകുമാരി ഈസ് എ വെരി സിൻസിയർ ആൻഡ് സോഷ്യലി കമ്മിറ്റഡ് പോയറ്റ്. അവർക്ക് ധാരാളം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വനമിത്ര അവാർഡ്, അവരുടെ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, കൺസർവ് ചെയ്യാനായിട്ട് അവർ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷനെ ഓർമ്മിച്ചുകൊണ്ട് അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു അവാർഡാണ് വനമിത്ര അവാർഡ്. മാത്രമല്ല പല അവാർഡ്സ് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അമ്പലമണി എന്ന പേരിൽ സുഗതകുമാരി എഴുതിയിട്ടുള്ള ഈ ഒരു കവിത, അതിന് ഇംഗ്ലീഷിലേക്ക് ദ ടെമ്പിൾ ബെൽ എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് പി രവീന്ദ്രനാണ്. ഈ പോയം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഡെസ്പെയറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ഒരു വിഷമത്തിൽ അല്ലെങ്കിൽ ഒരു ഡെസ്പെയർ മൂഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പോയമാണ്. പക്ഷെ അത് എൻഡ് ചെയ്യുന്നത് ഒരു റിലീഫിലാണ്. പോം വായിക്കാം. ദ ടെമ്പിൾ ബെൽ ബൈ വി സുഗതകുമാരി. Alone I watch and brood over the temple gopuram, now a shambles, the sanctum bat infested, the ancient banyan tree crouching on its roots, the moss-covered pond, the empty hands of broken lamp holders, and the quiet, deep solitude when I stand contemplating them, suddenly inside the tinkling sound of a tender bell. പോയം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നറേറ്റർ ഒറ്റയ്ക്ക് എന്തോ ചില കാര്യങ്ങൾ വാച്ച് ചെയ്ത് നിൽക്കുകയാണ്. എലോൺ ഐ വാച്ച് ആൻഡ് ബ്രൂഡ് ഓവർ ദ ടെമ്പിൾ ഗോപുരം. ഒരു ക്ഷേത്രത്തിന് മുന്നിലായിട്ട് അതിലെ കാഴ്ചകൾ കണ്ടിട്ട് ആ ഒരു ക്ഷേത്രത്തിൻ്റെ അവസ്ഥയെപ്പറ്റി ആലോചിച്ചുകൊണ്ട് പലതും ചിന്തിച്ചുകൊണ്ട് അവർ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അവിടെ കാണുന്നത് ദ ടെമ്പിൾ ഗോപുരം, നൗ എ ഷാമ്പിൾസ്, ദ സാങ്ക്ടം ബാറ്റ് ഇൻഫെസ്റ്റഡ്. ഇപ്പോൾ അവർ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ക്ഷേത്രത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡൈലാപ്പിഡേറ്റഡ്, വളരെയധികം ഡിസ്ട്രോയിഡ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലുള്ളൊരു ക്ഷേത്രമാണ്. അതിൻ്റെ സാങ്ക്ടം, അതിൻ്റെ ആ ഒരു ശ്രീകോവിൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗം, അവിടെ എല്ലാം തന്നെ ബാറ്റ് ഇൻഫെസ്റ്റഡ് ആണ്. അത് ഫിൽഡ് വിത്ത് ബാറ്റ്, ഇത് വവ്വാലുകൾ കൊണ്ട്, കടവാവൽ കൊണ്ട് അത് നിറഞ്ഞ് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ. ദ ആൻഷ്യൻറ്റ് ബനിയൻ ട്രീ ക്രൗച്ചിങ് ഓൺ ഇറ്റ്സ് റൂട്ട്സ്. ഇതിനെല്ലാത്തിനും സാക്ഷിയായിട്ട് അവിടെ മുമ്പ് സംഭവിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും, നല്ല കാര്യങ്ങൾക്കെല്ലാം സാക്ഷിയായി നിന്ന് ആ ബനിയൻ ട്രീ അതിപ്പോൾ ബെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. ബെൻഡിങ് ഓൺ ഇറ്റ്സ് റൂട്ട്സ്, അത് വളരെ എന്താണ് ഒരു താഴ്ന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ അത്
അതും ഒരു മോശമായ അവസ്ഥയിലോട്ട് അതും ബെഞ്ചിൽ നിൽക്കുകയാണ്. ദ മോസ് കവേർഡ് പോണ്ട്, ഒരു ക്ഷേത്രക്കുളമുണ്ട്, അതും ആരും ഉപയോഗിക്കാതെ മുഴുവനും പായൽ പിടിച്ച് അതും ഉപയോഗശൂന്യമായ രീതിയിലാണ്. ദ എം ടി ഹാൻഡ്സ് ഓഫ് ബ്രോക്കൺ ലാംപ് ഹോൾഡേഴ്സ് ആൻഡ് ദ ക്വയറ്റ് ഡീപ്പ് സോളിറ്റ്യൂഡ്. ആ ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ആ ലാംപ് ഹോൾഡേഴ്സ് ഉണ്ട്, അതും ബ്രോക്കൺ ആണ്, അതിൻ്റെ ഹാൻഡ്സ് എം ടി ആണ്. ഓക്കെ, അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് ഒരു ലാക്ക് ഓഫ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ലാക്ക് ഓഫ് ഹെറിറ്റേജാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ്റെ സ്പിരിച്വാലിറ്റി നശിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു റിലീജിയൻ എന്നൊരു ഫെയ്ത്ത് അതും അതും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സ്വാധീനം, മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചൈതന്യം അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വക കാര്യങ്ങളാണ് പോയിട്ട് കണ്ടെത്തുന്നത്. When I stand contemplating them, suddenly inside the tinkling sound of a tender bell. ഇങ്ങനെ പല പല കാര്യങ്ങൾ വളരെ ശാന്തമായിട്ട് ഒരു ആളൊഴിഞ്ഞൊരു സോളിറ്റ്യൂഡായിട്ടുള്ളൊരു ഏരിയയിൽ ഒരു ശബ്ദവും കേൾക്കാനില്ലാത്ത ആ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും പഴയ പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടും ആ ഒരു ദുരവസ്ഥ, ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നിട്ടുള്ള പല കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുന്ന സമയത്തും ഒരു ശബ്ദം അകത്തു നിന്ന് ഒരു ടിംഗ്ലിംഗ് സൗണ്ട് കേൾക്കുന്നുണ്ട്, ഒരു ചെറിയൊരു ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ പോയിട്ട് ചിന്തിക്കുകയാണ്, നറേറ്റർ ചിന്തിക്കുകയാണ്, ഹൂ ടാരീസ് ഹിയർ ഇൻ ദിസ് ലോൺലി ഗ്ലൂം, ദ ബെൽ ടോൾസ് ടു വേക്ക് അപ്പ് ഹോം. അപ്പോൾ ഈ സമയത്ത് ഇവർ ഒറ്റപ്പെട്ട ഈ ഒരു സമയത്ത് ഇവിടെ എന്ത് സൗണ്ടാണ് ഇവിടെ കേൾക്കുന്നത്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ബെല്ലിപ്പോൾ മുഴങ്ങുന്നത്? ആസ് ഐ ടേൺ ബാക്ക് ഇൻ ദ ഡാർക്ക് ദെയർ ഹാങ്സ് എ ബ്രോൺസ് ബെൽ, its tinkling sound coming from no ringing hand, spilling over the wind. Far, far away from the human touch, somewhat like a Muni Kanya in meditation, a broken temple bell that still chants, though in shattered tunes, and who is here to listen? A god turned to a mere rock, or the rocks who come stealthily to carry away the god, or the horde of bats fluttering in the ruins, or the skulking night spirit? ആ ചെറിയൊരു മണി നാദം കേട്ടപ്പോഴേക്കും നമ്മുടെ നറേറ്റർ തിരിഞ്ഞ് നോക്കുകയാണ്. കണ്ടത് ദർ ഹാങ്സ് എ ബ്രോൺസ് ബെൽ, ബ്രോൺസിലുള്ള ഒരു ബെൽ അവിടെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ആ ഒരു ശബ്ദം കേട്ടത്. ഇറ്റ്സ് ടിംഗ്ലിംഗ് സൗണ്ട് കമ്മിങ് ഫ്രം നോ റിങ്ങിങ് ഹാൻഡ്. അപ്പോൾ അത് അവർക്ക് മനസ്സിലായത് വേറെ ആരും വന്നിട്ടല്ല ആ മണി ശബ്ദം കേൾപ്പിച്ചത്, പക്ഷേ എങ്ങനെയാണ് സ്പില്ലിങ് ഓവർ ദ വിൻഡ്, ഒരു ചെറിയൊരു കാറ്റിൻ്റെ ഒരു അനക്കം കൊണ്ട് മാത്രം ആ ബെൽ അനങ്ങുകയും ഒരു ശബ്ദം കേൾക്കുകയും ചെയ്തായിരുന്നു. ഫാർ അവേ ഫ്രം ദ ഹ്യൂമൻ ടച്ച്, സംവാട്ട് ലൈക്ക് എ മുനി കന്യ ഇൻ മെഡിറ്റേഷൻ. ആ ഒരു ബെല്ലിനെ നറേറ്റർ അല്ലെങ്കിൽ പോയിട്ട് കമ്പയർ ചെയ്യുന്നത് ഒരു മുനി കന്യയോടാണ്. ഓക്കെ, ഒരു മെഡിറ്റേഷനിൽ നിൽക്കുന്നൊരു മുനി കന്യയുടെ, ആരും ഉപദ്രവിക്കാനില്ലാതെ അല്ലെങ്കിൽ ആരും ശല്യപ്പെടുത്താതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന, ഓക്കെ, എന്തോ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു മുനി കന്യയെ പോലെ ആ ഒരു ബെല്ല് അവിടെ ആ ഒരു ബ്രോൺസ് ബെൽ കാണപ്പെടുകയാണ്. ഇനി ആ ബെല്ലിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുന്നത്, ഇറ്റ് ഈസ് ബ്രോക്കൺ, എ ബ്രോക്കൺ ടെമ്പിൾ ബെൽ ദാറ്റ് സ്റ്റിൽ ചാൻസ്. അപ്പോൾ ഇപ്പോഴും അതിന് ശബ്ദമുണ്ടാക്കാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ്? ദോ ഇൻ ഷാറ്റേർഡ് ട്യൂൺസ്, അത്രത്തോളം നല്ലതല്ലാത്ത മെലഡീസ് ആയിട്ടുള്ളതല്ലെങ്കിൽ പോലും അതിനും ചില ട്യൂൺസുകൾ അതിന് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇപ്പോഴും കഴിയുന്നുണ്ട്. ആൻഡ് ഹൂ ഈസ് ഹിയർ ടു ലിസൺ, എന്നാൽ ഈ ഒരു ശബ്ദം കേൾക്കാനായിട്ട്, ഈ ഒരു മ്യൂസിക് കേൾക്കാനായിട്ട് ഇപ്പോൾ അവിടെ ആരാണുള്ളത്? എ ഗോഡ് ടേൺ ടു എ മിയർ റോക്ക്. ഓക്കെ, അപ്പോൾ ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു ഐഡലിന് അതിൻ്റേതായിട്ടൊരു ചൈതന്യം കിട്ടുന്നത് അതിന് ആരെങ്കിലും വന്നിട്ട് എന്ത് ചെയ്യുക, വർഷിപ്പ് ചെയ്യുന്ന സമയത്താണ്, അല്ലെങ്കിൽ അതൊരു വെറും റോക്ക് മാത്രമാണ്. പോയിട്ട് ചോദിക്കുന്നത് ഇവിടെ ആരാണിപ്പോൾ ഈ മ്യൂസിക് ലിസൺ ചെയ്യുന്നത്? വെറും ഒരു റോക്കായിട്ട് മാറിയ ഗോഡാണോ? അല്ലെങ്കിൽ ഓർ ദ റോക്സ് ഹൂ കംസ് സ്റ്റെൽത്ലി ടു ക്യാരി അവേ ദ ഗോഡ്, അല്ലെങ്കിൽ ആ ഐഡലിനെ അല്ലെങ്കിൽ അവിടുത്തെ വിലപിടിപ്പുള്ള കാര്യങ്ങൾ മോഷ്ടിച്ച് കൊണ്ടുപോകാനായിട്ട് വന്നിട്ടുള്ള ഏതെങ്കിലും റോബേഴ്സ് ആയിരിക്കും, അവർക്ക് വേണ്ടിയിട്ടാണോ? ഓർ ദ ഹോർഡ് ഓഫ് ബാറ്റ്സ് ഫ്ലട്ടറിങ് ഇൻ ദ റൂയിൻസ്, ആ ഒരു ഡിസ്ട്രിക്റ്റിലുള്ളൊരു ടെമ്പിളിനകത്ത് കൂട്ടമായിട്ട് ജീവിക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് ബാറ്റ്സിന് വേണ്ടിയിട്ടാണോ? ഓർ ദ സ്കാക്കിംഗ് നൈറ്റ് സ്പിരിറ്റ്, അല്ലെങ്കിൽ അവിടെ മറിഞ്ഞു നിൽക്കുന്ന വളരെ സൈലൻ്റായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും നൈറ്റ് സ്പിരിറ്റിന് വേണ്ടിയിട്ടാണോ ഈ പാട്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഈ ബെൽ, ആ മ്യൂസിക് കേൾക്കുന്നത്? ദിസ് ബെൽ ദാറ്റ് നൗ ചൈംസ് ഇൻ ദ വിൻഡ് വാസ് വൺസ് കാസ്റ്റ് ഇൻ ബ്രോൺസ് ഇൻ സ്മെൽറ്റിംഗ് ഹീറ്റ് ആൻഡ് ഹങ് അപ്പ് above in the holy corridor by someone, his palms joined together in prayer. In times redolent with fragrant flowers and lamps shining bright as the bell spread its radiance on the god, all smeared in sandal paste, the bell that hummed songs at the touch of the wind whispered the excited people. അടുത്ത സ്റ്റാൻസയിലായിട്ട് നമ്മുടെ പോയിട്ട് ആ ഒരു
ബെല്ലിൻ്റെ, ആ ബ്രോൺസ് ബെല്ലിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കാറ്റടിച്ച് ഒരു ചെറിയ ശബ്ദമുണ്ടാക്കുന്ന ആ ബെൽ നേരത്തെ എങ്ങനെയായിരുന്നു? വാസ് വൺസ് കാസ്റ്റ് ഇൻ ബ്രോൺസ് ഇറ്റ്സ് മെൽറ്റിംഗ് ഹീറ്റ്. അതൊരിക്കൽ തീയിൽ അല്ലെങ്കിൽ അത് എന്താണ് മെൽറ്റ് ചെയ്യുന്ന, ചൂടുകൊണ്ട് മെൽറ്റ് ചെയ്യുന്ന ഒരു ബ്രോൺസ് ആയിരുന്നു. അതിനെ ആ ഒരു ഷേപ്പിലോട്ട് ആക്കിയെടുത്തതാണ്. ആൻഡ് ഹങ്ങം എബവ് ഇൻ ദ ഹോളി കോറിഡോർ. എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ ആരൊക്കെ ചേർന്ന് അവിടേക്ക് കൊണ്ടുവന്നിട്ട് ആ കോറിഡോറിൽ അവിടെ തൂക്കിയിടുകയായിരുന്നു. ബൈ സമ്മോൺ ഹിസ് പാംസ് ജോയിൻ ടുഗദർ ഇൻ പ്രെയർ. ആ ഒരു ബെല്ലിനെ അവിടെ തൂക്കിയിട്ടതിന് ശേഷം, ആ മണി മുഴക്കിയതിന് ശേഷം ഒരുപക്ഷെ അവിടെ കൊണ്ടുവന്ന് അവിടെ പ്രതിഷ്ഠിച്ച ആ വ്യക്തികൾ അവർ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കാം. ഇറ്റ് ടൈംസ് റെഡലൻറ്റ് വിത്ത് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ് ആൻഡ് ലാംപ്സ് ഷൈനിങ് ബ്രൈറ്റ്. ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആൾക്കാരുടെ ചുറ്റും ഉണ്ടായിരുന്നിരിക്കാം, അവിടെ പൂക്കളുടെ മണം പരന്നിരിക്കാം. അതുപോലെ തന്നെ ആ വിളക്കുകളെല്ലാം കത്തിച്ച് വെച്ചിരുന്ന ആ വിളക്കിൻ്റെ പ്രകാശം ഉണ്ടായിരുന്നിരിക്കാം. ദ ബെൽ സ്പ്രെഡ് ഇസ് റേഡിയൻസ് ഓൺ ദ ഗോഡ് ഓൾ സ്മിയർഡ് ഇൻ സാൻഡൽ പേസ്റ്റ്. അപ്പം ചന്ദനത്തിൻ്റെ സാൻഡൽ കൊണ്ടുള്ള പേസ്റ്റ് പൂശിയിട്ടുള്ള ആ ദൈവത്തിൻ്റെ ഒരു പ്രതിമ, ആ ഒരു ശില്പം, അപ്പോൾ അതിന് ചുറ്റുമായിട്ടും ആ ഒരു ബെല്ലിൻ്റെ സൗണ്ട്, അതിൻ്റെ ഒരു റേഡിയൻസ് അതിങ്ങനെ സ്പ്രെഡായിരിക്കാം. ഓക്കെ, ദ ബെൽ ദാറ്റ് ഹംസ് സോങ്സ് ഓഫ് ദ ടച്ച് ഓഫ് ദ വിൻഡ് വിസ്പേർഡ് ദ എക്സൈറ്റഡ് പീപ്പിൾ. അപ്പോൾ ഈ ഒരു ശബ്ദം, ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുന്ന സമയത്ത് അവിടെ ചുറ്റും കൂടി നിന്ന മനുഷ്യരെല്ലാം തന്നെ വളരെ എക്സൈറ്റ്മെൻറ്റിലായിട്ടുണ്ടായിരുന്നിരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പഴയ കാലത്തെക്കുറിച്ച് നമ്മുടെ പോയിട്ട് ചിന്തിക്കുന്നുണ്ട്. അതായത് മനുഷ്യൻ്റെ സ്പിരിച്വാലിറ്റി നേരത്തെ എത്രമാത്രം ഉണ്ടായിരുന്നു, എന്നാൽ ഇന്ന് അതിൻ്റെ അവസ്ഥ എന്ത് ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ബെല്ലിൻ്റെ ഒരു ഇമേജ് വെച്ചിട്ട് ആ ഒരു കമ്പാരിസണാണ് പോയിട്ടിവിടെ പറയുന്നത്. ദ ടെമ്പിൾ ബെൽ ഇറ്റ്സ് എഡ്ജസ് ക്രാക്ഡ്, ഇറ്റ് സ്റ്റിൽ സിങ്സ് ടു ദ വിൻഡ്സ് ടച്ച്. ബട്ട് ഹൂ ഇസ് ദെയർ ടു ലിസൺ നൗ? ഹൗ ടു ഹിയർ ദിസ് ടിങ്കിൾ എംസ് ദ മാർക്കസ് ഡിൻ ആൻഡ് ദ ലീഡേഴ്സ് റോർ ഇൻ ദ പബ്ലിക് സ്ക്വയർ? Who cares for this frail, feeble music amidst lusty, lurid songs sizzling away in movie theatres? നെക്സ്റ്റ് സ്റ്റാൻസയിൽ പോയിട്ട് പറയുന്നതാണ്, ആ ഒരു ടെമ്പിൾ ബെൽ അതിപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് എഡ്ജസ് ആർ ക്രാക്ഡ്. പക്ഷെ അതിൻ്റെ അറ്റം പൊട്ടിയിരിക്കുകയാണ്. ഇറ്റ് സ്റ്റിൽ സിങ്സ് ടു ദ വിൻഡ്സ് ടച്ച്. അതിപ്പോഴും ബെല്ല് മണി മുഴക്കുന്നുണ്ട്, ചെറിയ രീതിയിലൊരു മ്യൂസിക് ടോൺ അവിടെ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാനായിട്ട് ആരാണുള്ളത്? ഹൗ ടു ഹിയർ ദിസ് ടിങ്കിൾ. ഈ ഒരു ചെറിയ സൗണ്ട് അല്ലെങ്കിൽ കാറ്റ് കൊണ്ട് കേൾക്കുന്ന ആ ഒരു ചെറിയ മണിമുഴക്കം, ആ ഒരു കിലുക്കം, അത് എങ്ങനെയാണ് കേൾക്കുന്നത്? ഏതിൻ്റെ ഇടയിലാണ്? പല പല ബഹളങ്ങളുടെ ഇടയിലും. ആ ബഹളം എവിടെ നിന്ന് വരുന്നതാണ്? മീൻസ് ദ മാർക്കസ് ഡിൻ, മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വരുന്ന ആ ഒരു ബഹളം. അതുപോലെ തന്നെ ദ ലീഡേഴ്സ് റോർ ഇൻ ദ പബ്ലിക് സ്ക്വയർ, നേതാക്കന്മാരുടെ സംസാരം പബ്ലിക് സ്ക്വയറിൽ അവർ ഉറക്കെ സംസാരിക്കുന്നു, ആ ഒരു ശബ്ദം ഉറക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു ഫീബിൾ സൗണ്ട് കേൾക്കുന്നത്? ഹൂ കേഴ്സ് ഫോർ ദിസ് ഫ്രെയിൽ ഫീബിൾ മ്യൂസിക് എംസ് ദ ലാസ്റ്റ് ലോറിഡ് സോങ്സ്. മാത്രമല്ല മൂവി തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, വളരെ കേൾക്കാൻ അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ഒന്നും അല്ലാത്ത, വളരെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള, ഒരു വളരെ എക്സൈറ്റ്മെൻറ്റ് നിറഞ്ഞ ചില പാട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് തിയേറ്റേഴ്സിൽ നിന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ ഈ ഒരു ഫീബിൾ സൗണ്ട്, ഈ ഒരു ചെറിയ മ്യൂസിക്, അതെങ്ങനെയാണ്, ആരാണ് കേൾക്കുന്നത്? The lights are out, exit all, exit the priest too, famished, leaving the god alone in the dark. പോയിട്ട് പറയുന്നത്, അവിടുത്തെ എല്ലാ വിളക്കുകളും അണച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ടെമ്പിളിനെയും അവിടുത്തെ ഐഡലിനെയും ഇരുട്ടിലാക്കിയിട്ട് എല്ലാവരും പോയിരിക്കുകയാണ്. എക്സിറ്റ് ദ പ്രീസ്റ്റ് ടു. അവിടെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്ന പ്രീസ്റ്റ് പോലും അദ്ദേഹം അതിനെ ഉപേക്ഷിച്ച്, ആ ടെമ്പിളിനെ ഉപേക്ഷിച്ച് അദ്ദേഹം പോയി കഴിഞ്ഞു. ഫാമിഷ്ഡ് ബിക്കോസ് ഹീസ് എക്സ്ട്രീംലി ഹംഗ്രി. ഒരുപക്ഷെ ആരും അവിടെ വരാത്തത് കൊണ്ടോ, അദ്ദേഹത്തിന് ആ ഒരു അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഇതിലൊന്നും താല്പര്യം ഇല്ലാഞ്ഞിട്ടോ, ഫെയ്ത്ത് കുറഞ്ഞിട്ടോ അദ്ദേഹവും എന്തായാലും അതിനെ ഉപേക്ഷിച്ചിട്ട് പോയി. ലിവിങ് ദ ഗോഡ് എലോൺ ഇൻ ദ ഡാർക്ക്. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഐഡലിനെ ഡാർക്ക്നെസ്സിൽ നിർത്തിയിട്ട് എല്ലാവരും അവിടെ നിന്ന് എക്സിറ്റായി. ടു വൈ ദിസ് ചൈം ഫ്രം ദ ബെൽ ജെയറിങ് നോട്ട്സ് ഇൻ ദ ലോൺലി ഡാർക്ക്? പെർഹാപ്സ് ഇറ്റ് ഈസ് ഡൂയിങ് ഇറ്റ്സ് ധർമ്മ, സിംഗിങ് ഔട്ട് സോങ്സ് നൗ ഫെയ്ഡഡ് ദാറ്റ് വൺസ് ഇറ്റ് സാങ് ടു ഗ്ലോറി. It sings for the spirit that reached out in the dark mine where it lay asleep, of the God of fire who sanctified it in the heat of meditation, of the ancient dawn that gifted its melody, of the hand that hung it up here in prayer, and then wiped the steaming tears, of the luster of the primal sound echoing its head every day. ഈ ഒരു സ്റ്റാൻസയിൽ പോയിട്ട് ചോദിക്കുന്നത്, പ്രീസ്റ്റ് പോലും അവിടെ നിന്ന് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ വൈ ദിസ് ചൈം ഫ്രം ദ ബെൽ, പിന്നെയും എന്തിനാണ് ഈ ഒരു മണിമുഴക്കം കേൾക്കുന്നത്?
അവിടെ നിന്ന് വരുന്ന ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ഒരു ഡിസ്കോർഡൻ നോട്ട്സ് ആണ്. ഓക്കെ, അവർ അത്രത്തോളം സ്മൂത്ത് അല്ലാത്ത, അത്രത്തോളം മെലോഡിയസ് അല്ലാത്ത ഒരു പാട്ടാണ് അതിൽ നിന്ന് വരുന്നത്, മ്യൂസിക്കാണ് വരുന്നത്. പെർഹാപ്സ് ഇറ്റ് ഈസ് ഡൂയിങ് ഇസ് കർമ്മ. ഈ നറേറ്റർ പറയുന്നത് ഒരുപക്ഷെ അത് അതിൻ്റെ ധർമ്മമായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് ആ ബെല്ലിൽ നിന്ന് സൗണ്ട് കേൾപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആര് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു സ്ഥലം ഡെസേർട്ടഡ് ആണെങ്കിലും അവിടെ ആളുണ്ടായിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു ധർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. സിംഗിങ് ഔട്ട് സോങ്സ് നോട്ട് ഫെയ്ഡ് ദാറ്റ് ഓൺസ് ഇറ്റ് സാങ് ടു ഗ്ലോറി. ഒരു സമയത്ത് വളരെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ആ ഒരു മ്യൂസിക്, വർഷിപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന മ്യൂസിക്, അതിപ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇറ്റ് സിങ്സ് ഓഫ് ദ സ്പേസ് ദ റീച്ച്ഡ് ഔട്ട് ഇൻ ദ ഡാർക്ക് മൈൻ വെർ ഇറ്റ് ലേ അസ്ലീപ്. അത് നേരത്തെ ആയിരുന്ന ആ ഒരു അവസ്ഥ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ആ ഒരു ബെല്ലാകുന്നതിന് മുൻപ് അതിൻ്റെ അവസ്ഥ എന്തായിരുന്നു? അതൊരു മൈനിൽ ഡാർക്കിനകത്ത് അത് ഉറക്കത്തിലായിരുന്നു. അതുപോലെ തന്നെ ഓഫ് ദ ഗോഡ് ഓഫ് ദ ഫയർ ഹൂ സാങ്ക്ടിഫൈഡ് ഇറ്റ്. അതിന് അതിനെ കണ്ടെത്തിയതിന് ശേഷം അതിനെ ചൂടാക്കി അതിനെ പ്യൂരിഫൈ ചെയ്ത ആ ഒരു ഗോഡ് ഓഫ് ഫയറിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ ഹീറ്റ് ഓഫ് മെഡിറ്റേഷൻ ഓഫ് ദ ആൻഷ്യൻ ഡോൺ ദാറ്റ് ഗിഫ്റ്റഡ് ഇസ് മെലഡി. അതിന് ഈ ഒരു രൂപം കൊടുത്ത് അതിന് ഈ ഒരു മെലഡിയസ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാക്കി മാറ്റിയ ആ ഒരു ദിവസത്തെക്കുറിച്ച് അത് ഓർമ്മിക്കുന്നുണ്ട്. ഓഫ് ദ ഹാൻഡ് ദാറ്റ് ഹങ് ഇറ്റ് അപ്പ് ഹിയർ ഇൻ പ്രെയർ. അപ്പോൾ ആ ഒരു സെറിമണി നടന്ന സമയത്ത്, അല്ലെങ്കിൽ ആ മണി തൂക്കുന്ന ആ ഒരു സമയത്ത് അവിടെ ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ, അതുപോലെ തന്നെ ആൻഡ് ദെൻ വൈറ്റ് ദ സ്റ്റീമിങ് ടീയേഴ്സ്. അവർ സന്തോഷം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സഫലമായി എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടോ ഒക്കെ അവരുടെ കണ്ണുനീര് തുടച്ചു കളഞ്ഞിട്ട് പ്രെയറോടെ അല്ലെങ്കിൽ വർഷിപ്പ് വേണ്ടി നിൽക്കുന്ന ആ ഒരു കൂട്ടം ആളുകൾ, അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഓഫ് ദ ലാസ്റ്റ് ഓഫ് ദ പ്രൈമൽ സൗണ്ട് എക്കോയിങ് ഇൻസൈഡ് എവരി ഡേ. ഓരോ ദിവസവും അവിടെ നിന്ന് പുറപ്പെട്ടിരുന്ന ആ ഒരു സൗണ്ടിനെ കുറിച്ചും അതിനകത്ത് പറയുന്നുണ്ട്. റൗസ്ഡ് ഈസ് ദ ലൈവ് സ്പിരിറ്റ് ഈവൻ നൗ ടു ദ ബെൽസ് ലോൺലി ടിങ്കിൾ, ദ സൗണ്ട് ഓഫ് ദ കഞ്ച് ഇൻ ദ ടെമ്പിൾ, ദ പ്രൊസഷൻ ക്യാരിങ് ദ ഗോൾഡൻ ഐഡൽ, 7 gold-decked elephants swaying in a row, the congregation of men around the yard, rows of lamps shone in their hearts, as figures of beauteous women ranged on the pillars, and 100 hands lifted to ring the bell, all in a chorus calling out to God, but there are no takers, not a soul to listen. ആ ബെല്ലിൻ്റെ ഒരു പൂർവ്വകാലം അതിനെക്കുറിച്ചാണ് വീണ്ടും പറയുന്നത്. റൗസ്ഡ് ഈസ് ദ ലൈവ് സ്പിരിറ്റ് ഈവൻ നൗ ടു ദ ബെൽസ് ലോൺലി ടിങ്കർ, ദ സൗണ്ട് ഓഫ് ദ കൊഞ്ച് ഇൻ ദ ടെമ്പിൾ. ആ ടെമ്പിളിൽ കേട്ടുകൊണ്ടിരുന്ന ആ ഒരു കൊഞ്ചിൻ്റെ സൗണ്ട്, അതുപോലെ തന്നെ ആ ഗോൾഡൻ ഐഡനെ വഹിച്ചുകൊണ്ടിരുന്ന പ്രൊസഷൻ, അപ്പോൾ അതിൻ്റെ ഒപ്പം പൊയ്ക്കൊണ്ടിരുന്ന ആ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള അവർ സ്വർണ്ണ നിറത്തിലുള്ള നെറ്റിപ്പട്ട കെട്ടിയ ആനകൾ, അപ്പോൾ അതിങ്ങനെ റോയായിട്ട് പോകുന്നത്, ആ ആൾക്കാരുടെ കൂട്ടം, കോൺഗ്രിഗേഷൻ ഓഫ് മെൻ അറൗണ്ട് ദ യാർഡ്, ആ ക്ഷേത്രത്തിൻ്റെ മുറ്റം നിറച്ച് നിന്നിരുന്ന ആളുകൾ, അതുപോലെ അവിടെ വച്ചിരുന്ന വിളക്കുകൾ, അവിടെ വളരെ മനോഹരമായിട്ടുള്ള ഫിഗേഴ്സ് ഉണ്ട്. ആ ലാമ്പ് ഹോൾഡേഴ്സ്, ഫിഗേഴ്സിൻ്റെ രൂപത്തിലുള്ള ലാമ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. ആ പില്ലേഴ്സ്, ഇങ്ങനെ പല പല കാര്യങ്ങളും, നേരത്തെ ഉണ്ടായിരുന്ന പല പല കാര്യങ്ങളെയും അവിടെ പറയുന്നുണ്ട്. ബട്ട് ദർ ആർ നോ ടേക്കേഴ്സ്, നോട്ട് എ സോൾ ടു ലിസൺ ഇൻ ദിസ് ലോങ് നൈറ്റ്, യു ഹു ഡെയർ ടു സ്റ്റേ അലോൺ ഹിയർ ഇൻ ദിസ് ടെമ്പിൾ യാർഡ്, മെലഡി ഇൻകാർണേറ്റ്, യു who would awaken to the touch of the wind, though of faded sound and mimed at the rim, let me for once greet you and stand before you in prayer. പോയിട്ട് പറയുന്നത് ഇപ്പോഴും ഒരു പഴയ അവസ്ഥയിലോട്ട് അല്ല എങ്കിൽ പോലും ആ ഒരു ബെൽ, യു ആർ സ്റ്റിൽ ദെയർ ഇൻ ദ ടെമ്പിൾ. ആ ഒരു മണി മുഴക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മ ചെയ്തുകൊണ്ട് അതിപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. സോ പോയിട്ട് ലാസ്റ്റ് പറയുന്നത്, എങ്കിലും നിന്നെ ഒന്ന് തൊട്ട് ഞാനൊന്ന് നമസ്കരിച്ചോട്ടെ, അല്ലെങ്കിൽ ഒന്ന് കണ്ണിൽ വെച്ചോട്ടെ, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. നിൻ്റെ ഒരു രൂപമെന്ന് പറയുന്നത് അത് പൊട്ടിയതാണ്, നിൻ്റെ സൗണ്ട് ഫേഡഡാണ്, എങ്കിൽ പോലും ഞാൻ നിന്നെ അല്ലെങ്കിൽ നിന്നെ ഒന്ന് തൊട്ട് നമസ്കരിച്ച് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എൻഡ് ചെയ്യുന്നത്. സോ ഈ പോയത്തിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ആ ഒരു മോഡേൺ വേൾഡിൻ്റെ ഷാലോനെസ്, അതുപോലെ അതിൻ്റെ ഹിപ്പോക്രസി, ആ ഒരു ലോസ്റ്റ് സെൻസ് ഓഫ് സ്പിരിച്വാലിറ്റി, വാല്യൂസ്, മനുഷ്യൻ്റെ ആ ഒരു ക്വാളിറ്റീസ്, പല സ്പിരിച്വൽ ഫെയ്ത്ത്, റിലീജിയസ് ഫെയ്ത്ത്, അവരുടെ സ്പിരിച്വാലിറ്റി, ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പോയിട്ട് പറയുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലെല്ലാം പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എൻഡിലോട്ട് എത്തുമ്പോഴേക്കും ഒരു റിലീഫ് നമുക്ക് കാണാൻ പറ്റും. പോയിട്ട് അവിടെ പറയുന്നത് എന്തൊക്കെയാണെങ്കിലും ആ ഒരു സ്പിരിച്വാലിറ്റിയും മനുഷ്യൻ്റെ ഒരു ഹെറിറ്റേജും കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം മനുഷ്യൻ്റെ കോൺഷ്യൻസ് അത് കുറച്ച് അവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വാലിറ്റിയും അവൻ്റെ നല്ല ക്വാളിറ്റീസും കുറച്ചൊക്കെ അതുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അത്രയും അവിടെ ഉണ്ടല്ലോ എന്നുള്ളതൊരു റിലീഫായിട്ടാണ്
അത് പോയിട്ട് ലാസ്റ്റ് പറയുന്നത്. ആ ഒരു ടെമ്പിൾ ബെല്ലും അതിൻ്റെ ഒരു മ്യൂസിക് സൗണ്ട് വളരെ ഫേഡഡായ രീതിയിലെങ്കിലും അതവിടെ അവശേഷിക്കുന്നു എന്നുള്ളത് തന്നെ മനുഷ്യൻ്റെ ആ ഒരു ഹ്യൂമാനിറ്റി കുറച്ചൊക്കെ വീണ്ടും അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു എന്നുള്ളതൊരു ആശ്വാസത്തിലൂടെ പറഞ്ഞുകൊണ്ടാണ് പോയം അവസാനിപ്പിക്കുന്നത്. ആ പൊട്ടിയ ബെല്ലിൽ നിന്ന് കേൾക്കുന്ന ആ ഒരു ഫീബിളായിട്ടുള്ള മ്യൂസിക്കൽ നോട്ടെന്ന് പറയുന്നത് നമ്മുടേതിൻ്റെ കോൺഷ്യൻസാണ്. പോയിട്ട് പറഞ്ഞത് നമ്മൾ അതിനൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ പല നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ ഹെറിറ്റേജും നമ്മുടെ സ്പിരിച്വാലിറ്റിയും റിലീജിയസ് ഫെയ്ത്തും ഒക്കെ തന്നെ നമുക്ക് വീണ്ടും കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയോടു കൂടെയാണ് പോയം അവസാനിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വായിക്കുക, കൂടുതൽ പോയിൻറ്റ്സ് കണ്ടെത്തുക. താങ്ക് യു.